വിശദമായ വാർത്തകൾ നോക്കാം. സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കെതിരെ കണ്ണുരുട്ടലുകളും ഭീഷണികളും നിരന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണുരുട്ടലുകളും ഭീഷണിപ്പെടുത്തലുകളും അത് കണ്ട് വേവലാതിപ്പെടുന്നവരുടെ അടുത്തേ ചിലവാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാത്തവരോട് കണ്ണുരുട്ടിയിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് അന്തർദേശീയ ന്യൂനപക്ഷ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിന് പറ്റാത്ത എല്ലാ തെറ്റായ കാര്യങ്ങളെയും എതിർക്കാൻ കേരളം മുന്നിട്ട് നിന്നിട്ടുണ്ട്. അതിനെ ആരെതിർക്കുന്നുവെന്ന് നോക്കി ആ എതിർക്കുന്നവരുടെ ശക്തി കണ്ട് അവരുടെ മേനി പറച്ചലിന്റെ മുന്നിൽ അടിയറ പറയുന്ന നില കേരളം സ്വീകരിച്ചിട്ടില്ല. ശക്തമായി എതിർത്തു പോയിട്ടുണ്ട്. കണ്ണുരുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കണ്ണുരുട്ടലും ഭീഷണിപ്പെടുത്തലുമൊക്കെ അത് കണ്ട് വേവലാതിപ്പെടുന്നവരോടല്ലേ ചെലവാകൂ. അല്ലാത്തവരോട് കണ്ണുരുട്ടിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് നാം ഇന്നത്തെ നിലയിലെത്തി നിൽക്കുന്നത്. സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ നാടിനെ പുറകോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന നിലയുണ്ട്. അതിനനുവദിക്കില്ല എന്ന നില തന്നെയാണ് കേരളീയ സമൂഹം മൊത്തത്തിൽ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്താണ് പ്രധാനം. അതിന് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ല. നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വിലയിരുത്തിയ കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി തള്ളി. തന്നെ കുടുക്കിയതാണെന്ന ദിലീപിന്റെ വാദത്തിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്ന ദിലീപിന്റെ ആരോപണം കോടതി തള്ളി. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ബോധ്യപ്പെട്ടതായി ജസ്റ്റിസ് സുനിൽ തോമസ് പറഞ്ഞു. പൾസർ സുനിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതിയാക്കിയതെന്ന ദിലീപിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. ലിബർട്ടി ബഷീറും ശ്രീകുമാർ മേനോനും ചേർന്ന് തന്നെ കുടുക്കിയതാണെന്ന് ദിലീപിന്റെ വാദത്തിലും കഴമ്പില്ല. ഇത് തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവും ദിലീപിന്റെ പക്കലില്ല. വിചാരണ അനന്തമായി നീട്ടാനുള്ള ദിലീപിന്റെ ശ്രമമാണ് സിബിഐ അന്വേഷണ ഹർജിക്ക് പിന്നിലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാൻ പ്രതിക്ക് അവകാശമില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. പോലീസിന്റെ ഈ രണ്ട് വാദങ്ങളും ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും ഗൂഢാലോചന കുറ്റത്തിൽ തന്നെ തെറ്റായി ഉൾപ്പെടുത്തിയതാണെന്നും ദിലീപ് വാദിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ വിചാരണ കോടതിയിൽ പ്രതിക്ക് ഉന്നയിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിബിഐ അന്വേഷണ ഹർജി കോടതി തള്ളുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ രവി പൂജാരിയുടെ ഭീഷണി ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുന്നു. ലീന മരിയയാണ് കോൾ റെക്കോർഡുകൾ പോലീസിന് കൈമാറിയത്. അതേസമയം കേസന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിച്ചു. ഇതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള നടി ലീനയുടെ ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. 25 കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് മുംബൈ അധോലോക നായകൻ രവി പൂജാര തന്നെ വിളിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയ ലീന മരിയ പോൾ കോൾ റെക്കോർഡുകൾ പോലീസിന് കൈമാറിയിരുന്നു. ഇത് രവി പൂജാര തന്നെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണം വഴിതെറ്റിക്കാനായി മനഃപൂർവ്വം ആരെങ്കിലും രവി പൂജാരയുടെ പേരിൽ വിളിച്ച് ഭീഷണി മുഴക്കിയതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബൈക്കിലെത്തി ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തവർ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിലും രവി പൂജാരയുടെ പേരിൽ മാത്രമാണ് തനിക്ക് ഭീഷണി കോൾ വന്നതെന്നും ലീന പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മുംബൈയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതിനായി മുംബൈ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. രവി പൂജാരയ്ക്കെതിരെയുള്ള മറ്റ് കേസുകളുടെ ഭാഗമായി ഇതര സംസ്ഥാന പോലീസ് ശേഖരിച്ച പൂജാരയുടെ ഫോൺ കോൾ റെക്കോർഡുകളുമായി ഒത്തുനോക്കിയെങ്കിൽ മാത്രമേ ലീന മരിയയെ വിളിച്ചത് രവി പൂജാരയാണോ എന്ന് ഉറപ്പിക്കാനാവൂ. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നത് സൗത്ത് CI ആയിരുന്നു. എന്നാൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നടി ലീന മരിയ സമർപ്പിച്ച ഹർജിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ലീനയ്ക്കെതിരെ കേരളത്തിൽ എന്തെങ്കിലും കേസ് നിലവിലുണ്ടോ എന്നറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ പിടിയിലായ നടി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് വാട്സ്ആപ്പ് വഴിയെന്ന് പോലീസ്. വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. വാട്സ്ആപ്പ് വഴി കച്ചവടം ഉറപ്പിച്ച ശേഷം ബേക്കറികളിൽ വച്ചാണ് ലഹരിമരുന്ന് കൈമാറിയിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് നടി ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. ഇതുവഴി ആവശ്യക്കാരുമായി ആശയവിനിമയം നടത്തിയ ശേഷം പണം മുൻകൂറായി വാങ്ങും. തുടർന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ബേക്കറിയിൽ വെച്ച് ലഹരിമരുന്ന് കൈമാറും. നടിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്.
ആവശ്യക്കാരുമായി നടി ആശയവിനിമയം നടത്തിയ ശബ്ദ സന്ദേശങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവർ വഴിയാണ് നടിക്ക് ആവശ്യമായ ലഹരിമരുന്നുകൾ കൊച്ചിയിൽ എത്തിച്ചിരുന്നത്. ഡ്രൈവർ ബിനോയിയെയും നടിയെയും പോലീസ് ഫ്ളാറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്ന നടി വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ഷാർജയിൽ പോയി വന്നതായും പോലീസ് കണ്ടെത്തി. അതേസമയം നടിയുടെ ഫ്ളാറ്റിൽ അടിക്കടി സന്ദർശനം നടത്തിയിരുന്ന 6 പേരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതുതായി വരുന്ന കണ്ടക്ടർമാർക്ക് നിയമപരമായി ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പുതിയ ജീവനക്കാർക്ക് എംപാനൽ ജീവനക്കാരുടെ 480 രൂപ മാത്രമേ നൽകൂ എന്ന MD ടോമിൻ ജെ തച്ചങ്കരിയുടെ നിലപാടാണ് മന്ത്രി തിരുത്തിയത്. ഇതിനിടെ ഇന്നും 3 മേഖലകളിലായി 1000-ലധികം സർവീസുകൾ മുടങ്ങി. മൂന്നാം ദിനത്തിലും കണ്ടക്ടർ ക്ഷാമം മൂലം സംസ്ഥാനത്ത് KSRTCയുടെ സർവീസുകൾ താളം തെറ്റി. സംസ്ഥാനത്ത് ആകെയുള്ള 5372 സർവീസുകളിൽ 1093 സർവീസുകൾ മുടങ്ങി. തെക്കൻ ജില്ലകളിൽ 323 സർവീസുകളും മധ്യകേരളത്തിൽ 562ഉം മലബാർ മേഖലയിൽ 202 സർവീസുകളാണ് മുടങ്ങിയത്. എന്നാൽ സർവീസ് മുടക്കം വരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന അവകാശവാദമാണ് MD ടോമിൻ ജെ തച്ചങ്കരി നടത്തിയത്. അതായത് ഒന്നാമത്തെ ദിവസം 7.5 കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 7.49 കോടി 17-ന് തിങ്കളാഴ്ച. അതിൻ്റെ പിറ്റേ ദിവസം 6.5 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി, അതായത് ചൊവ്വാഴ്ച. കളക്ഷനിൽ കുറവുണ്ടായില്ല. പക്ഷേ ഡീസൽ ഉപയോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17-16 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടായി. പുതുതായി വരുന്ന കണ്ടക്ടർമാർക്ക് എംപാനൽഡുകാർക്ക് നൽകിയ 480 രൂപ മാത്രമേ നൽകൂവെന്നും തച്ചങ്കരി പറഞ്ഞു. എന്നാൽ പിന്നീട് MDയെ തിരുത്തി ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്തെത്തി. പുതുതായി നിയമിക്കുന്ന കണ്ടക്ടർമാർക്ക് നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. റിസർവ് കണ്ടക്ടർമാരായി നിയമിച്ചവർക്ക് നിയമപരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കൊടുക്കേണ്ടത്. ആ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് KSRTCയുടെ മാനേജ്മെൻറ്റിന് ഒരു വൈമനസ്യം ഉണ്ടാവില്ല. അതിനൊന്നും മറ്റു തരത്തിലുള്ള ഒരു ചിന്തയൊന്നും, മറ്റു തരത്തിലുള്ള ഒരു പ്രചരണവും അതിനാവശ്യമില്ല. നിയമപരമായി അർഹതപ്പെട്ടത് നിഷേധിക്കാൻ KSRTC മാനേജ്മെൻറ്റിനോ സർക്കാരിനോ സാധിക്കുകയില്ല. അത് അതുപോലെ തന്നെ നടപ്പിലാക്കാം. പുതുതായി നടപ്പിലാക്കിയ ക്രമീകരണങ്ങൾ വിലയിരുത്തുവാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം MDയും മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. പുതുതായി PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ നാളെ ചീഫ് ഓഫീസിൽ രേഖകളുമായി എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ദേശസാൽകൃത റൂട്ടുകളിൽ KSRTC ബസ്സുകൾക്ക് മുടക്കമുണ്ടായില്ല. സ്വകാര്യ ബസ്സുകളുള്ള റൂട്ടുകളിലെ സർവീസുകൾ ഒഴിവാക്കി ദേശസാൽകൃത റൂട്ടുകളിലെ യാത്രക്കാരെ KSRTC സഹായിച്ചു. പകുതിയോളം സർവീസുകൾ നടത്താനുള്ള കണ്ടക്ടർമാർ മാത്രമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അവശേഷിക്കുന്നത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകൾ ഏറെക്കുറെ നിർത്തിവെച്ചുവെങ്കിലും KSRTC മാത്രം സർവീസ് നടത്തുന്ന ദേശസാൽകൃത റൂട്ടുകളിൽ കാസർഗോഡ് ജില്ലയിൽ പരമാവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഈ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ യാത്രാപ്രശ്നം രൂക്ഷമായിട്ടില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നുള്ള കണ്ണൂരിലേക്കുള്ള ടൗൺ ടു ടൗൺ സർവീസുകൾ, മംഗളൂരുവിലേക്കുള്ള സർവീസുകൾ, ചന്ദ്രഗിരിപ്പാലം വഴിയുള്ള സർവീസുകൾ എന്നിവ മുടങ്ങിയിട്ടില്ല. ഈ റൂട്ടുകളിൽ KSRTC മാത്രമാണ് സർവീസ് നടത്തുന്നത്. കർണാടക RTC ബസ്സുകൾ കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് 77ഉം കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്നും 38ഉം എംപാനൽ കണ്ടക്ടർമാരെയാണ് പിരിച്ചുവിട്ടത്. 2 ഡിപ്പോകളിൽ നിന്നുമുള്ള ദീർഘദൂരം ഉൾപ്പെടെ സർവീസുകളെല്ലാം ഭാഗികമായാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് എംപാനൽ സംഘടനയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് അല്പസമയത്തിനകം ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, മാർച്ച് എപ്പോഴാണ് ആരംഭിക്കുക? മറ്റു വിശദാംശങ്ങൾ കൂടി. അവന്തിക, അല്പസമയത്തിനുള്ളിൽ മാർച്ച് ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കും. സംസ്ഥാനത്ത് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും എംപാനൽ കൂട്ടായ്മയുടെ ലോങ് മാർച്ച് എന്നാണ് ഇവർ ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മാർച്ച് ഇന്ന് വൈകിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം ഇതിന്റെ ഉദ്ഘാടനം നടക്കും. എന്തായാലും ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ
തൊഴിലാളികളൊക്കെ തന്നെ പിരിച്ചുവിട്ടപ്പെട്ട തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇത് ഏതാണ്ട് 1-1.5 കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴ EMS സ്റ്റേഡിയം വരെയാണ് ഇന്നത്തെ ഇവരുടെ ലോങ് മാർച്ച് നടക്കുക. അതിനുശേഷം നാളെ രാവിലെ 6 മണിയോടുകൂടിയാണ് മാർച്ചിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുക. എന്തായാലും രാവിലെ 6 മണിയോടുകൂടി മാർച്ച് ആരംഭിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എംപാനൽ ജീവനക്കാരെ ഇവിടെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോങ് മാർച്ചിന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പിരിച്ചുവിടപ്പെട്ട എംപാനൽ തൊഴിലാളികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് അരമണിക്കൂറിൽ ജാഥ ഇവിടെ നിന്നും പുറപ്പെടും. ഏതാണ്ട് 1.5 കിലോമീറ്ററിന് ശേഷം അത് സമാപിക്കും. നാളെ രാവിലെ 6 മണി മുതലായിരിക്കും സംസ്ഥാനത്തെ മുഴുവൻ എംപാനൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ജാഥ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുക. തിരുവനന്തപുരത്ത് 24-നാണ് ഈ ജാഥ എത്തിച്ചേരുക എന്നുള്ളതാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് എംപാനൽ സംഘടനയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് അല്പസമയത്തിനകം ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കും. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. നവകേരള നിർമ്മാണത്തിനായുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്കായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലെ കാലതാമസം ഒഴിവാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ പട്ടിക അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ യോഗത്തിൽ അവതരിപ്പിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന പൂർത്തിയായ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനും കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കാൻ കഴിയാതിരുന്ന 4 ഓർഡിനൻസുകൾ പുനർവിളംബരം ചെയ്യാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. 2018-ലെ കേരള സർവകലാശാല ഓർഡിനൻസിന്റെ കരടും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. PK സുധീർ ബാബുവിനെ കോട്ടയം കളക്ടറായി നിയമിച്ചു. കോട്ടയം കളക്ടറായിരുന്ന ഡോക്ടർ BS തിരുമേനിയെ ഹയർ സെക്കൻഡറി ഡയറക്ടറായി നിയമിച്ചു. എൻട്രൻസ് കമ്മീഷണറുടെ അധിക ചുമതലയും നൽകി. രത്തൻ യുഖേൽക്കർക്ക് കൃഷി സ്പെഷ്യൽ സെക്രട്ടറി, ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ അധിക ചുമതല എന്നിവയും നൽകി. G കമല വർദ്ധനറാവുവിന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ അധിക ചുമതല നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. സൈനിക രംഗത്ത് പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിൽ ഉപഗ്രഹം നിർണായകമായ പങ്കുവഹിക്കും. വിശദാംശങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, വിക്ഷേപണം വിജയകരമായിരുന്നു. ഇതിന്റെ പ്രധാന ദൌത്യം എന്താണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. അവന്തിക, ഇന്ത്യയുടെ 35ാമത് വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7 വിക്ഷേപണം 4:10 ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു. ISRO ശാസ്ത്രജ്ഞർ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടെങ്കിലും വിക്ഷേപണം വിജയമായിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രധാനമായും ഇത്തരത്തിൽ കരനാവിക വ്യോമസേനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉതകുന്ന തരത്തിലാണ് GSAT-7 വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 19.20 മിനിറ്റ് കൊണ്ടാണ് ഇത്തരത്തിൽ വിക്ഷേപണ വാഹനം GSAT-7 ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. പ്രധാനമായും 2250 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. ഇന്ത്യയുടെ ഉള്ളിൽ മാത്രമായിരിക്കും ഇതിന്റെ പ്രവർത്തന പരിധി പ്രധാനമായും വരിക. 8 വർഷമാണ് ഇതിന്റെ കാലാവധി പ്രധാനമായും ISRO ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും തദ്ദേശീയമായ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ISRO ഈ ഒരു GSAT-7 പ്രധാനമായും ക്രമീകരിച്ചിരിക്കുന്നത്. 2013-ൽ GSAT-7 വിക്ഷേപണം ഉണ്ടായിരുന്നു. അതിൽ ഇത്തരത്തിൽ കൂടുതൽ വ്യക്തമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമായും നാവികസേനയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ സേനയ്ക്കും ഏറ്റവും കൂടുതൽ ഉതകുന്ന തരത്തിൽ പുതിയൊരു വിക്ഷേപണം കൂടി ഇത്തരത്തിൽ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് GSAT-7 വിക്ഷേപണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പ്രധാനമായും ഇതിന് GSAT-7 കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വ്യോമസേനയുടെ ഒരു പ്രധാന ഹബ് സ്റ്റേഷനായ ബഹിരാകാശ രംഗത്തേക്ക് GSAT-7 മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളെ സദാസമയം നിരീക്ഷിക്കുന്നതിന് GSAT-7 കൊണ്ട് സാധിക്കും. ഇതിനുവേണ്ടി തന്നെ പരസ്പരം ഇത്തരത്തിൽ ആശയവിനിമയ സംവിധാനം നടത്താനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ISRO നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് കരവ്യോമ നാവികസേനകളെ തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ആശയവിനിമയങ്ങളും സദാസമയം നൽകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ GSAT-7 ക്രമീകരിച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ വ്യോമസേനയുടെ പ്രധാന സബ്സ്റ്റേഷനായി ബഹിരാകാശ രംഗത്ത് നിലയുറപ്പിക്കാൻ തന്നെയാണ് GSAT-7 ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നിരിക്കുന്നത്. എന്തായാലും ISRO ഇത്തരത്തിൽ ഇത് GSAT-7 വിക്ഷേപണം ഔദ്യോഗികമായി ഇത്തരത്തിൽ വിജയം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പ്രധാനമായി ഇത്തരത്തിൽ വിക്ഷേപണം വിജയമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ISRO ശാസ്ത്രജ്ഞർ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിടും.
ശരി, ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. റഫേലിൽ ചർച്ചയാകാം, പക്ഷേ സംയുക്ത പാർലമെന്ററി അന്വേഷണമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ആവർത്തിച്ചു. സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ കള്ളം പറഞ്ഞുവെന്ന് മുഹമ്മദ് സലീം എം പി കുറ്റപ്പെടുത്തി. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രളയത്തിൽ തകർന്ന കേരളത്തെ സഹായിക്കാൻ 67 എംപിമാർ ഒരു മാസത്തെ ശമ്പളവും 97 എംപിമാർ ഫണ്ടും അനുവദിച്ചുമെന്ന് വെങ്കയ്യ നായിഡു രാജ്യസഭയെ അറിയിച്ചു. റഫേൽ ഇടപാടിന്റെ മുഴുവൻ രേഖകളും പാർലമെന്റ് പരിശോധിക്കുന്നതിലൂടെ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂവെന്ന് കോൺഗ്രസ് നിലപാട് മല്ലികാർജ്ജുന ഖാർഗെ ലോക്സഭയിൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ കേന്ദ്രം കള്ളം പറഞ്ഞുവെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ മോദി ഭയക്കുകയാണെന്നും CPIM-ൽ നിന്ന് സലീം എം പിയും ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണമില്ല, പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ആവർത്തിച്ചു. ട്രഷറി ബെഞ്ചുകളെ സഹായിക്കാൻ എഴുന്നേറ്റ സ്പീക്കർ സുമിത്ര മഹാജനും ചർച്ചയ്ക്ക് എതിർപ്പില്ലെന്നറിയിച്ചു. കാവേരി പ്രശ്നത്തിൽ AIADMKയും ആന്ധ്ര വിഷയത്തിൽ TDP എംപിമാരും സഭയുടെ നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ പലതവണ നിർത്തിവച്ചു. ബഹളത്തിനിടയിൽ മന്ത്രി പൊൻ രാധാകൃഷ്ണൻ ശബരിമല വിഷയം ഉന്നയിച്ചു. നവംബർ 21-ന് ശബരിമലയിൽ ചെന്ന് തന്നെ തടഞ്ഞുവെന്നും വാഹനങ്ങൾ കയറ്റിവിട്ടിട്ടില്ലെന്നും SP യതീഷ് ചന്ദ്ര അപമര്യാദയായി പെരുമാറിയെന്നും മന്ത്രി അറിയിച്ചു. രാജ്യസഭയിലാകട്ടെ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചെയറിലെത്തിയ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു കേരള പ്രളയത്തിൽ എംപിമാർ സഹായം നൽകിയതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചു. 60 എംപിമാർ ഒരു മാസത്തെ ശമ്പളമായി 58,69,000 രൂപ ദുരിതാശ്വാസ സഹായത്തിനായി നൽകി. 97 പേർ MP ഫണ്ടിൽ നിന്നുമായി 36,65,00,000 രൂപയും നൽകി. ഇതുടൻ തന്നെ കേരള സർക്കാരിന് കൈമാറുമെന്നും വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മോദിയെയും BJP സർക്കാരിനെയും വിമർശിച്ചെന്നാരോപിച്ച് മണിപ്പൂരിൽ മാധ്യമപ്രവർത്തകനെ തടവിലാക്കി. സമൂഹ മാധ്യമത്തിലൂടെ വിമർശിച്ചതിനാണ് 39-കാരനായ ജേർണലിസ്റ്റ് കിഷോർ ചന്ദ്രയെ തടവിലാക്കിയത്. മോദിയെയും BJP സർക്കാരിനെയും വിമർശിച്ചെന്നാരോപിച്ചാണ് മാധ്യമപ്രവർത്തകനെ തടവിലാക്കിയത്. 39-കാരനായ മണിപ്പൂർ ജേർണലിസ്റ്റ് കിഷോർ ചന്ദ്രയാണ് തടവിലായത്. ഒരു മാസം മുൻപ് BJPയെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചതിന് കിഷോർ ചന്ദ്രയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരാൻ സിംഗിനെ നരേന്ദ്രമോദിയുടെ കളിപ്പാവി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കിഷോർ ചന്ദ്ര വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. RSS സംഘടിപ്പിച്ച റാണി ലക്ഷ്മിഭായ് ജന്മദിന ആഘോഷത്തെയും കിഷോർ ചന്ദ്ര വിമർശിച്ചിരുന്നു. മണിപ്പൂർ ഗവർണർ ഡോക്ടർ നജിമ ഹെപ്റ്റുള്ളയുടെ ഉത്തരവ് പ്രകാരം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചാണ് കിഷോറിനെ 12 മാസത്തേക്ക് തടവിലാക്കിയത്. ന്യൂസ് ഡെസ്ക്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിനെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. ഇയാളെ തിഹാർ ജയിലിലേക്ക് മാറ്റും. കേസിൽ ഡിസംബർ 22-ന് ദില്ലി പാട്യാല ഹൌസ് കോടതി വിധി പറയും. പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് വിധി പറയുക. മിഷേലിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് ജാമ്യാപേക്ഷ എതിർത്ത് CBI ആവശ്യപ്പെട്ടു. എന്നാൽ അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നുണ്ടെന്നും ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാമെന്നും മിഷേലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. മറ്റു പ്രതികൾ ജാമ്യത്തിലാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഡിസംബർ ആദ്യവാരമായിരുന്നു ദുബായിൽ നിന്നും മിഷേലിനെ CBI ഇന്ത്യയിലെത്തിച്ചത്. ശബരിമലയിൽ ക്യാമറ കണ്ണുകളുമായി ദേവസ്വം വിജിലൻസ്. സന്നിധാനത്തെ വരുമാന ചോർച്ചയും ക്രമക്കേടുകളും തടയുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും എല്ലാ മേഖലകളിലും ഇവരുടെ കണ്ണുകൾ എത്തുന്നുണ്ട്. നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇതിന് തെളിവാണ്. വിജിലൻസ് SP P ബിജോയുടെ നേതൃത്വത്തിൽ 2 SIമാരും 2 CPOമാരും ഉൾപ്പെടുന്ന സംഘമാണ് സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വിജിലൻസ് സംഘം. കൂടാതെ ഇവരെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത 90 വിമുക്ത ഭടന്മാരും ഭണ്ഡാരം സൂക്ഷിപ്പിന് ഹൈക്കോടതി 40 പോലീസുകാരെയും നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇവയ്ക്കു പുറമെ 24 മണിക്കൂറും തുറന്നുപിടിച്ച ക്യാമറ കണ്ണുകളുമുണ്ട്. സന്നിധാനത്തെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 60 ക്യാമറകൾ വഴിയാണ് വിജിലൻസിന്റെ നിരീക്ഷണം. തീർത്ഥാടകരെ പറ്റിക്കുന്ന ജീവനക്കാരെയും ദിവസവേതനക്കാരെയുമെല്ലാം ഇതിനകം തന്നെ വിജിലൻസ് കൈയോടെ പിടികൂടി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പ്രധാന കടമ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാമ്പത്തിക ചോർച്ച ഒഴിവാക്കിക്കൊണ്ട് വരുമാന വർധന ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പ്രാഥമികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം അതിനെ ഓരോ സമയങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി അവർക്കെടുത്ത് കർശനമായ നടപടികൾക്ക് ശുപാർശ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന് നൽകി അദ്ദേഹം അത് ബഹുമാനപ്പെട്ട ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. തീർത്ഥാടകരെ കബളിപ്പിച്ച് നെയ്ത്തേങ്ങ കരാറുകാരനെത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ പിടികൂടിയായിരുന്നു തുടക്കം. കൂടാതെ മാളികപ്പുറത്തെ ബെല്ലിലെ ക്രമക്കേട് കണ്ടെത്തിയതടക്കം നിരവധി പ്രവർത്തനങ്ങൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 തവണകളിലായി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി എല്ലാ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കി.
സുരക്ഷിത തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സന്നിധാനത്തെ വിജിലൻസ് സംഘം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ബുലന്ദ് ഷഹറിൽ ആൾക്കൂട്ട ആക്രമണത്തിന് കാരണമായ പശുവിനെ കശാപ്പ് ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. നേരത്തെ കസ്റ്റഡിയിലെടുത്ത 4 പേർ നിരപരാധികളാണെന്നും ഇവരെ വിട്ടയക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പോലീസ് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ ഒളിവിലാണ്. യഥാർത്ഥ പ്രതികൾ സ്വതന്ത്രരായി നടക്കുകയാണെന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ബുലന്ദ് ഷഹറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പശു കശാപ്പ് ആരോപിച്ച് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധമില്ലെന്ന് അറസ്റ്റിലായവരും കുടുംബാംഗങ്ങളും പറഞ്ഞിരുന്നുവെങ്കിലും പോലീസ് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പശു കശാപ്പിൽ ഇവർക്ക് ബന്ധമില്ലെന്നും വിട്ടയക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയത്. അതിനിടെ പശുവിനെ കശാപ്പ് ചെയ്ത് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചെന്നാരോപിച്ച് മറ്റ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലാപമുണ്ടാക്കിയ കേസിലെ മുഖ്യപ്രതിയായ ബജ്രംഗ് ദൾ നേതാവ് യോഗേഷ് രാജ് നൽകിയ പരാതിയിൽ പേരില്ലാത്ത നദീം, റയീസ്, കാല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കലാപമുണ്ടാക്കിയ കേസിൽ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതോടെ പിടിയിലായവരുടെ എണ്ണം 19ആയി. ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി യോഗേഷ് രാജ് നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് വീഡിയോ പുറത്തുവിട്ടിരുന്നു. മറ്റൊരു പ്രതി ശിഖർ അഗർവാൾ TV ചാനലിന് അഭിമുഖവും നൽകി. എന്നിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തർപ്രദേശ് പോലീസിന് സാധിക്കാത്തത് വലിയ വീഴ്ചയായാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാലാ കാർമലേത്ത മഠാംഗമായിരുന്ന സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധിയിൽ വാദം നാളെ. പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീഷ് നാളെ വിധി പറയും. പ്രതി കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു നിലവിൽ മറ്റൊരു കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും തൊണ്ടിമുതലുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോർജ് ബോബൻ കോടതിയിൽ വാദിച്ചത്. 87 പ്രമാണങ്ങളും 20 തൊണ്ടിമുതലുകളും പരിശോധിച്ച കോടതി 65 സാക്ഷികളെ വിസ്തരിച്ചു. വിശദമായ വാദം കേൾക്കലിന് ശേഷം കൊലപാതകം, ഭവനവേദനം, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. മോഷണം, അതിക്രമിച്ച് കടക്കൽ എന്നിവ ഒഴിവാക്കി. അതേസമയം എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷന്റെ പല വാദങ്ങളും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതി കോടതിയിൽ വാദിച്ചു. ഈ കോടതി വിധി തെറ്റായ വിധിയാണ്. ഈ കോടതി വിധിയിൽ ഈ ജഡ്ജിയും ഇവിടുത്തെ പ്രോസിക്യൂട്ടറും കൂടിയിട്ട് കളിച്ച കളിയാണിത്. ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കും. എന്നാൽ പ്രതിയുടെ പുതിയ ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോർജ് ബോബൻ പറഞ്ഞു. അടിസ്ഥാനമൊന്നുമില്ല. പ്രതി എങ്ങനെ കയറിയെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. പ്രതി കയറിയോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ. ശിക്ഷയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ശിക്ഷയെപ്പറ്റി അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വധശിക്ഷ. പാലാ കർമ്മലീത്ത മഠാംഗമായിരുന്ന സിസ്റ്റർ അമലയെ 2015 സെപ്റ്റംബർ 17 പുലർച്ചെയാണ് കോൺവെന്റിലെ 3ാം നിലയിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലാ ഡിവൈഎസ്പി സുനീഷ് ബാബു, CI ബാബു സെബാസ്റ്റ്യൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. 2015 ഭരണങ്ങാനത്തെ അസീസി ഭവനിൽ മോഷണം നടത്തിയതിന് സതീഷ് ബാബുവിനെ പാലാ കോടതി 6 വർഷത്തെ തടവിന് നേരത്തെ ശിക്ഷിച്ചിരുന്നു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിനായി ടിയാൽ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ രംഗത്ത്. രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര നീക്കം. കൊച്ചി കണ്ണൂർ വിമാനത്താവള മാതൃകയിലാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ടിയാൽ രൂപീകരിച്ച് ഉത്തരവിറങ്ങിയത്. ചീഫ് സെക്രട്ടറി ടോം ജോസ് ചെയർമാനും ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാലും ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷിയും അംഗങ്ങളുമായിരിക്കും. സർക്കാരിന്റെ 10 ലക്ഷം പ്രാരംഭ ഓഹരിയും 5 ലക്ഷം മൂലധനവും ഉണ്ടാകും. രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് തടയിടാനാണ് ടിയാൻ രൂപീകരണം. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര സർക്കാർ ലേലം നടത്തിയാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ടിയാനും പങ്കെടുക്കാൻ സാധിക്കും. സ്വകാര്യവൽക്കരണത്തിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തെ ഒഴിവാക്കണമെന്ന് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങൾ KSIDC, കിഫ്ബി, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവരും ടിയാന്റെ ഓഹരിയെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഏതുവിധേനയും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മേധാവിത്വം നഷ്ടപ്പെടാതെ സർക്കാരിന്റെ തണലിൽ നിർത്തുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.